കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട ആളിക്കത്തി പ്രതിപക്ഷ പ്രതിഷേധം. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും പ്രതിപക്ഷ സംഘടനകൾ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് UDFും BJPയും. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് പകൽ മുഴുവൻ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, BJP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള BJP മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പത്തനംതിട്ടയിൽ വീണ ജോർജിന്റെ MLA ഓഫീസിലേക്ക് കോൺഗ്രസും BJPയും പ്രതിഷേധം സംഘടിപ്പിച്ചു. തൃശൂരിൽ DMO ഓഫീസിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യല്ല. അവർ ഈ ആരോഗ്യ കേരളത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി. ഞാൻ എപ്പോഴും പറയും, ഒരു സർക്കാരില്ലായ്മ ഫീൽ ചെയ്യാൻ, സർക്കാരില്ലായ്മ. മന്ത്രി രാജിവെക്കണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. ഇതൊരു സാധാരണ മരണമല്ല, ഒരു ക്രിമിനൽ നെഗ്ലിജൻസിന്റെ ഒരു കേസുമാണ്, കുറ്റകരമായ അനാസ്ഥയുടെ ഒരു കേസാണ്. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സുരക്ഷ കൂട്ടി. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും മന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലും കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.